കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാതിമത സാമുദായിക ശക്തികളെയാകെ അണിനിരത്തിയ ഏറ്റവും പ്രതിരോധകരമായ ഒരു സമരം എന്നതോടൊപ്പം ആ സമരത്തിന്റെ സജീവ പിന്തുണക്കാർ RSS ആയിരുന്നു. അതാണ് ചരിത്രം. കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തിന് RSS പിന്തുണ പ്രഖ്യാപിക്കുന്നത് വിമോചന സമരത്തിനാണ്. കോൺഗ്രസിന്റെ സമരം. വിമോചന സമരത്തിന്റെ മുഖത്ത് കോൺഗ്രസും RSSഉം കൈകോർത്താണ് ഒരുമിച്ച് 59 ആ ഗവൺമെന്റിനെ പിരിച്ചു. ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന് ശിശു സഹജമെന്ന് വിമർശിക്കപ്പെടുന്ന പിടിവാശി ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ചപ്പോ ഒരു വേള പുത്രീവത്സരനായ പിതാവ് മാത്രമായി നെഹ്റു മാറി എന്ന വിമർശനം ചരിത്രത്തിലുടനീളം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് കേരളത്തിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 60-ലാണ്, 1960. അഥവാ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഐക്യ കേരളത്തിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയായിരുന്ന EMS മത്സരിക്കുന്നത് പട്ടാമ്പിയിൽ. എന്ത് വില കൊടുത്തും EMSനെ തോൽപ്പിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കും. അവിടുത്തെ ഒരു പ്രമാണിയായ ശ്രീ എ. രാഘവൻ നായർ EMSനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു. 1960 തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി RSS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. RSS എന്ന് പറഞ്ഞാൽ ജനസംഘം, അന്നത്തെ BJP ജനസംഘമാണ്, ഭാരതീയ ജനസംഘം. ജനസംഘം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 60-ലാണ്. 57-ൽ മത്സരിച്ചിട്ടില്ല. അന്നും എല്ലാ സീറ്റിലും ഇല്ല, 4 സീറ്റ് തെരഞ്ഞെടുത്തു മത്സരിക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ദീനദയാൽ ഉപാധ്യായ നേരിട്ട് കേരളത്തിലേക്ക് വന്നു. ആ 4 സീറ്റിൽ ഒന്ന് പട്ടാമ്പിയായി. പട്ടാമ്പിയിൽ EMSനെതിരായി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ശ്രീ P. മാധവ മേനോനെയായി. 3 സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു. ഒരു ഘട്ടം പിന്നിട്ടു. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് സന്ദർശിച്ചു. RSSന്റെ മറ്റു നേതാക്കന്മാരും ഒപ്പമുണ്ടായി. കോൺഗ്രസ് പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം, EMSനെ തോൽപ്പിക്കണം. നമ്മുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് നമ്മൾ എന്തിന് രണ്ടായി നിന്ന് മത്സരിക്കണം? നമുക്ക് എന്തുകൊണ്ട് ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചുകൂടാ? ആ നിർദ്ദേശം ദീനദയാൽ ഉപാധ്യായ സ്വീകരിച്ചു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാധവ മേനോനെ പിൻവലിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഘവൻ നായരെ ജനസംഘത്തിന്റെ കൂടി സ്ഥാനാർത്ഥിയാക്കി മാറ്റി. RSSഉം കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു. പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ ആ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പ്രതിരോധിച്ചു, പരാജയപ്പെടുത്തി. തുടർന്നുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറെയും കുറഞ്ഞു ഈ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ട് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ 2024-ൽ തൃശൂരിൽ നിന്നും താമരയടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. 1,00,000 വോട്ട് തലയെണ്ണി കൊടുക്കാം എന്നാണ് കരാർ. 1,00,000 കോൺഗ്രസിലെ സജീവാംഗങ്ങളുള്ള വോട്ട് BJPക്ക് കൊടുക്കാം എന്നാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ 86,965 വോട്ട് കൊടുത്തു. കൈപ്പത്തി അടയാളത്തിൽ തൊട്ട് മുൻപിലത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ ഇത്രയും വോട്ടിന്റെ കുറവാണ്. നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല, ഒരു വോട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 16,000-ൽ പരം വോട്ട് നമുക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും. പക്ഷെ എന്തു കാര്യം? 1,00,000 വോട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുകയാണ്. അതിന്റെയും ഒരു തുടർ പ്രതികരണമാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യുപകാരം ഇപ്പോ നമ്മൾ കണ്ടത്. നമ്മുടെ നാടിനെ വിപൽക്കരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് ഇപ്പൊ നയിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന RSSുമായ നീക്കുപോക്കുകൾ, ധാരണകൾ, കൂട്ടുകെട്ട്. അതിന്റെ കൂടെ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് ഇസ്ലാമിക വർഗീയതയെ ഒപ്പം കൂട്ടുക. ജമാഅത്തെ ഇസ്ലാമി, SDPI, കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറ്റേ കൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ്. ഇരു വർഗീയതയെയും ഒപ്പം നിർത്തി കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമോ? അതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വിപൽക്കരമായ വെല്ലുവിളി നേരിടുന്ന, വർഗീയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടം. ഇവിടെ കേരളത്തിന്റെ ആർജിത നേട്ടങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ, നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്താൻ ഒക്കെ രാജ്യവ്യാപകമായി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷവാദികളുടെ മഹാ ഐക്യം ഉയർന്നു വരേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഐക്യം സ്വാഭാവികമായി RSSനും ജമാഅത്തെ ഇസ്ലാമിക്കും കോൺഗ്രസിനും എല്ലാം എതിരായ ഒരു വിശാല ജനാധിപത്യ ഐക്യമായി വരികയല്ലാതെ മാർഗമില്ല. ആധുനിക കേരളം, നവകേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ എല്ലാ തരം വർഗീയതയെയും, ആ വർഗീയതയെ പിന്തുണയ്ക്കുന്ന ശക്തികളെയും ഒറ്റപ്പെടുത്താൻ സാധിക്കും.